ഓഗസ്റ്റ് 23-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡംബൂർ എന്ന് പറയുന്ന ഡാമിനെ കുറിച്ചാണ്. ഇപ്പോൾ ത്രിപുരയിലെ ഈ ഒരു ഡാം അല്ല ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായെന്നാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യ ഈ ഒരു ഡാം തുറന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അവിടുന്ന് ഡാമിൽ നിന്ന് വെള്ളം റിലീസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായതെന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്യൂരിറ്റി ത്രെട്ടുകളൊക്കെ അവിടുത്തെ ഹൈക്കമ്മീഷനും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞതാണ് ഇന്ത്യ ഡാം തുറന്നതുകൊണ്ടല്ല ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞതാണ് ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുള്ളത് ഇന്ത്യയിൽ ഈ ഡംബൂർ എന്ന് പറയുന്ന ഡാം തുറന്നതല്ല, ത്രിപുരയിലാണ് ഈ ഒരു ഡാം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ഒരു വെള്ളപ്പൊക്കം ബംഗ്ലാദേശിൽ ഉണ്ടായ സമയത്ത് അതിൻ്റെ കാരണം ഇന്ത്യയാണെന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശ് ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ധാക്കയിലുള്ള ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിനെതിരെ സെക്യൂരിറ്റി ത്രെട്ടുകൾ വരെ അവിടുത്തെ ലോക്കൽ പീപ്പിളിൽ നിന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തേണ്ടി വന്നുള്ളത്. അപ്പോൾ എവിടെയാണ് ഈ ദംബൂർ ഡാം എന്ന് പറഞ്ഞാൽ, ഈ ഡാം എന്ന് വെച്ചാൽ ത്രിപുരയിലുള്ള ഗോമതി എന്ന് പറയുന്ന റിവറിലാണ് ഈ ഒരു ഡാം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗോമതി റിവർ ആക്ച്വലി ത്രിപുരയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന നദിയാണ്. അപ്പോൾ ഇതിൽ ഏകദേശം നോക്കി കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് 120 കിലോമീറ്റർ അപ്സ്ട്രീം ആയിട്ടാണ് ബംഗ്ലാദേശിലേക്ക് എത്തുന്നതിന് 120 കിലോമീറ്റർ മുകളിലായിട്ടാണ് ഈ ഒരു ഡാം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ആക്ച്വലി ഇത് ഏകദേശം ഒരു ലോ ഹൈറ്റ് 30 മീറ്റർ മാത്രം ഉയരമുള്ള ഒരു ഡാമാണ്. അപ്പോൾ ഇത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡാമാണ്. അതിൽ കുറച്ച് ഇലക്ട്രിസിറ്റി ബംഗ്ലാദേശിലേക്ക് തന്നെയാണ് ആ ഇലക്ട്രിസിറ്റിയുടെ കുറച്ച് എമൗണ്ട് എടുക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് ദംബൂർ ഡാം എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് കുറേ ദൂരത്തായിട്ടാണ് ഈ ഒരു നദി വരുന്നതായിട്ടുള്ള ഡാം വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ക്ലാരിഫൈ ചെയ്താണ്. അപ്പോൾ ഗോമതി എന്ന് പറയുന്ന റിവർ അതുപോലെ തന്നെ ദംബൂർ എന്ന് പറയുന്ന ഡാം എവിടെയാണെന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. പിന്നെ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനെ സ്ട്രെയിൻ ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു ഈവൻ്റ് ആയിട്ട് നമുക്കിതിനെ ഓർത്ത് വെക്കാൻ കൂടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ സയൻറ്റിസ്റ്റുകൾ സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, സൂര്യൻ്റെ സോളാർ മാഗ്നറ്റിക് ഫീൽഡ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ വഴികൾ കണ്ടെത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം സൺസ്പോട്ടിനെ കുറിച്ചും സോളാർ സൈക്കിളുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ സയൻറ്റിസ്റ്റുകൾ പ്രത്യേകിച്ചും സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചും സൂര്യൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിനെ കുറിച്ചും സോളാർ അറ്റ്മോസ്ഫിയറിൻ്റെ വ്യത്യസ്ത ലെയറിനെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് കൊടൈക്കനാലിലുള്ള ടവർ ടണൽ ടെലിസ്കോപ്പ് എന്ന് പറയുന്ന എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ ആക്ച്വലി സൂര്യൻ്റെ ഈ ഒരു ആക്റ്റീവ് റീജിയൻസിനെ നമ്മൾ സൺസ്പോട്ട് എന്ന് വിളിക്കും. അതായത് സൂര്യനിൽ കറുത്ത സ്പോട്ട് പോലുള്ള റീജിയൻസ് കാണും. ഇതിനെയാണ് സൺസ്പോട്ട് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ആക്ച്വലി ഈ ഒരു സൺസ്പോട്ടിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് അതിൻ്റെ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള പോർഷൻ, അതിനെയാണ് അംബ്ര എന്ന് വിളിക്കുന്നത്. അതിൻ്റെ തൊട്ട് പിറകിലായിട്ടുള്ള ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടാവും, അതായത് ഒരു ട്രാൻസിഷൻ പോർഷൻ ഉണ്ടാവും, അതിനെയാണ് പെനുംബ്ര എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു അംബ്രയെ കുറിച്ചും അതുപോലെ തന്നെ പെനുംബ്രയെ കുറിച്ചുള്ള ഒബ്സർവേഷൻസ് ഒക്കെയാണ് ഇവർ നടത്തുന്നതായിട്ടുള്ളത്. ഈ ടെലിസ്കോപ്പിൽ ഈ ഒരു ഹൈഡ്രജൻ ആൽഫ അതുപോലെ cesium-2 എന്ന് പറയുന്ന ലൈൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റഡീസിൽ ചെയ്യുന്നത് ഓർത്തു. അപ്പോൾ അംബ്ര പെനുംബ്ര എന്ന് ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ അംബ്ര പെനുംബ്ര സൂര്യനിലെ സൺസ്പോട്ടിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വാക്കുകളല്ല എന്ന് ഓർത്തുക. ഒരു ഫുൾ ഷാഡോ വരുന്ന സ്ഥലത്തെ നമ്മൾ അംബ്ര എന്ന് വിളിക്കും, പാർഷ്യൽ ഷാഡോ വരുന്ന സ്ഥലത്തെ പെനുംബ്ര എന്ന് വിളിക്കാറുണ്ട് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഒരു സൺസ്പോട്ടുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. സൺസ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സൂര്യനെങ്കിൽ സൂര്യനിൽ ചില സ്ഥലത്ത് നമുക്ക് കറുത്ത കുത്തുകളെ പോലെ കാണാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് സൺസ്പോട്ട് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 50,000 കിലോമീറ്റർ വരെയൊക്കെ ചിലപ്പം ഡയമീറ്റർ ഉണ്ടാവാം എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ സൂര്യനിൽ നമുക്ക് കാണുന്ന ഡാർക്ക് കളറിലുള്ള സ്പോട്ടാണ്. ഇത് ഫോട്ടോസ്ഫിയറിലാണ് കാണുക. എന്താ ഈ ഫോട്ടോസ്ഫിയർ എന്ന് പറഞ്ഞാൽ? ഫോട്ടോസ്ഫിയർ എന്ന് വെച്ചാൽ സൂര്യൻ്റെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പോർഷനെയാണ് ഫോട്ടോസ്ഫിയർ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ഭൂരിഭാഗം പ്രകാശവും ഇവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ ഭൂമിയിലേക്ക് ഡയറക്റ്റ്ലി വരുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ സൂര്യനെ കാണുന്നത്. ഈ ഫോട്ടോസ്ഫിയർ എന്നുള്ള പ്രകാശമാണ് നമ്മളുടെ കണ്ണുകളിലേക്ക് എത്തുന്നതെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പ്രദേശം എന്തുകൊണ്ടാണ് ഡാർക്ക് കളറിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള പ്രദേശത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രദേശത്തുള്ള ടെമ്പറേച്ചർ കുറവാണ്, അതായത് കൂളറാണ് എന്നുള്ളതാണ് പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഓർത്ത് വെക്കേണ്ട കാര്യം, ഈവൻ കൂളറാണ് എന്ന് പറഞ്ഞാലും അവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം 6500 ഡിഗ്രി ഫാരൻഹീറ്റിൻ്റെ അടുത്ത് ടെമ്പറേച്ചർ ഉണ്ടെന്ന് ഓർത്ത്. കമ്പയർ ടു, അതായത് ചുറ്റുമുള്ള റീജിയനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തുക. അപ്പോൾ ഇതിൽ ഈ റിലേറ്റീവ്ലി കൂളാവാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകതയാണ്. അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള
മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് ഈ ഒരു ടെമ്പറേച്ചർ കുറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഹീറ്റിനെ സർഫസിലേക്ക് എത്താതെ, സൂര്യൻ്റെ അകത്തുള്ള ഹീറ്റിനെ ഈ ഒരു ഫോട്ടോസ്ഫിയറിലേക്ക് എത്താതെ അവിടെ അത് ഹോൾഡ് ചെയ്യും. അതുവഴിയാണ് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയറിൽ ഏറ്റവും ഔട്ടർ ലെയറിൽ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞ പോലത്തെ ഒരു ഫീൽ ഉണ്ടാകുന്നതെന്നാണ്. അതായത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ്, ഭൂമിക്ക് ഒരു കാന്തിക വലയുണ്ട്, അതിനേക്കാൾ 2500 മടങ്ങെങ്കിലും സ്ട്രോങ്ങർ ആണ് എന്നുകൂടി ഓർത്ത് വെക്കാം. അതിൽ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള റീജിയനെ, സൺസ്പോട്ടിലെ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള റീജിയനെ അംബ്ര എന്ന് വിളിക്കും. അതുപോലെ അതിൻ്റെ സൗത്ത് റൗണ്ടഡ് ആയിട്ടുള്ള ഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയനാണ് പെനുംബ്ര എന്ന് വിളിക്കുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു സോളാർ സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സൺസ്പോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കേണ്ട കാര്യം, സോളാർ സൺസ്പോട്ട് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുക? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോഴാണ് അല്ലേ, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ മാഗ്നറ്റിക് സൈക്കിൾ സ്ട്രോങ് ആവുന്ന സമയത്ത് കൂടുതൽ സൺസ്പോട്ടുകൾ രൂപപ്പെടും. സോളാർ മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് ആവുന്ന സമയത്ത് സൺസ്പോട്ടുകൾ കുറയും. അപ്പോൾ ആക്ച്വലി സോളാർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൺസ്പോട്ടുകൾ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കറണ്ട് സോളാർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2008 ബിഗിൻ ചെയ്തത്. അപ്പോൾ ആക്ച്വലി അതൊരു സോളാർ മിനിമം ആയിരുന്നു, മീൻസ് അതിൽ സണ്ണിൽ കാര്യമായിട്ടുള്ള സ്പോട്ടുകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആക്ച്വലി മെല്ലെ അത് മാറി കൂടുതൽ സ്പോട്ടുകൾ ഇതേപോലെ കറുത്ത ഡോട്ടുകളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ മാക്സിമം സ്പോട്ടിനെ കാണുമ്പോഴാണ് അതിനെ സോളാർ മാക്സ് എന്ന് വിളിക്കുന്നതെന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ, ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഒരു ഫാർമസി കമ്പനിയിൽ ഒരു ബ്ലാസ്റ്റ് നടക്കുകയും, അവിടെ ആന്ധ്രാപ്രദേശിലാണ്, അവിടെ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10ഓളം ജീവനക്കാർക്ക് ഇഞ്ചുറി സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ എന്താണ് ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണ്, അതുപോലെ എന്താണ് അവിടുത്തെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആക്ച്വലി 17ഓളം വർക്കേഴ്സ് മരിക്കുകയും കുറേ ആൾക്കാർ 10ഓളം ആൾക്കാർ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അച്യുതപുരം സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതായത് ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ് ഈ ഒരു ഇവന്റ് നടന്നത്. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതിൽ. കൂടാതെ അവിടുത്തെ സുരക്ഷ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, കാരണം ഇത്തരത്തിലുള്ള ആക്സിഡന്റുകൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അതും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് വെച്ചാൽ സ്പെഷ്യലാണ്, എക്കണോമിക്കലാണ്, സോണാണ്. അപ്പോൾ എന്തോ പ്രത്യേകതയുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സോണാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയാൻ വേണ്ടി വരും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളൊരു സ്ഥാപനം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനം രാജ്യത്തിൻ്റെ സാധാരണ നിയമങ്ങളെല്ലാം അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ടാക്സും മറ്റുമൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ടി വരും. ഇൻ കേസ് നമ്മൾ വിചാരിക്കുക നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഗവൺമെൻറ് പറയുകയാണ്, ഈ സ്ഥലത്ത് നിങ്ങൾ സ്ഥാപനം സ്ഥാപിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു കമ്പനി രൂപീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇത്ര വർഷത്തേക്ക്, 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് നിങ്ങൾക്ക് നിശ്ചിത കാലയളവിലേക്ക് നിങ്ങൾക്ക് ടാക്സ് ഒന്നും കൊടുക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂലേ, അതുവഴി കൂടുതൽ തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യില്ലേ, കൂടുതൽ അവിടെ പ്രൊഡക്ഷൻ ഒക്കെ കൂടുമല്ലേ. അപ്പോൾ ഇതേ ഐഡിയ ആണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. അതായത് രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ഒരു ടെറിട്ടറിയിൽ ഗവൺമെൻറ് പറയുകയാണ്, ഇവിടെ ഡ്യൂട്ടി ഫ്രീ ആണ്, ഇവിടെ ടാക്സസ് ഒന്നും നിങ്ങൾ കൊടുക്കണ്ട, ഒരു നികുതിയും നിങ്ങൾക്ക് അപ്ലിക്കബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ, ഒരു നികുതി എന്ന് വെച്ചാൽ ചില നികുതികൾ അപ്ലിക്കബിൾ ആണ്, ബട്ട് കോമൺ ആയിട്ടുള്ള മറ്റ് ടാക്സുകൾ മെയിൻ ആയിട്ടുള്ള ടാക്സുകളും മറ്റുമൊക്കെ ഒഴിവാക്കി കൊടുക്കും. അപ്പോൾ ഒരുപാട് ബിസിനസ്സുകളും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും അതുവഴി ഫാക്ടറികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ കൂടുതൽ ബിസിനസ്സുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ക്രിയേറ്റ് ചെയ്ത് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ബിസിനസ്സുകൾ തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ആക്ച്വലി 2000 മുതൽ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഫോറിൻ ട്രേഡ് പോളിസി, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡിനെ മെച്ചപ്പെടുത്തുന്നതിന് ഉദ്ദേശമായിട്ട് പ്രത്യേകിച്ചും ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് ആയിട്ട് ഇഷ്യൂസ് നമ്മുടെ രാജ്യത്ത് നേരിടുന്നുണ്ടായിരുന്നു. കാരണം അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നതാണ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ എന്ന് പറഞ്ഞിട്ട് സെയിം ഐഡിയ ഉണ്ടായിരുന്നു. അതായത് എക്സ്പോർട്ട് ചെയ്യാനുള്ള, വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഏരിയാസിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അതിൽ തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ചാലഞ്ചസും ബ്യൂറോക്രാറ്റിക് ചാലഞ്ചസും ഉണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികൾ ഭയങ്കര സ്ലോ ആയിരുന്നു.
അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സക്സസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ആക്ട് 2005 പാസ്സാക്കുന്നത്. അതിനുശേഷം 2006 അതിൻ്റെ റൂൾസ് വരികയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ 2005 ആക്ട് വരുന്നത്, 2006 റൂൾ വരുന്നതെങ്കിലും സെയിം ഐഡിയയിലുള്ള സ്ഥാപനങ്ങൾ 2000 മുതൽ തന്നെ ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നു. ഓർത്തുവെക്കുക, ഫോറിൻ ട്രേഡ് പോളിസിയുമായി ബന്ധപ്പെട്ട്. ബട്ട് 2006 അത് ഈ ഒരു ആക്ടിൻ്റെ പരിധിയിലേക്ക് വന്നതെന്ന് കൂടി ഓർത്തുവെക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ ആക്ച്വലി ചൈനയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ചൈനയിൽ ഈ ഒരു മോഡൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. സെയിം മോഡൽ നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോൾ 2023 നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഏകദേശം 272ഓളം സ്പെഷ്യൽ എക്കണോമിക് സോണുകളുണ്ട്. ഇത് 64% ഈ ഒരു 5-6 സ്റ്റേറ്റുകളിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. തമിഴ്നാടുവിലുണ്ട്, തെലുങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര. അതായത് പ്രധാനമായിട്ടും ഈ ഒരു സൗത്ത്, അതുപോലെ തന്നെ ഇന്ത്യയിൽ വരുന്ന പ്രദേശങ്ങൾ തമിഴ്നാട്, തെലുങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, പിന്നെ മഹാരാഷ്ട്ര. ഇത്രയും സംസ്ഥാനങ്ങളിലായിട്ടാണ് 64% സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ വരുന്നതെന്ന് കൂടി ഓർത്തുവെക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണുകളുടെ അപ്പെക്സ് ബോഡി എന്ന് പറഞ്ഞ ഒരു ബോർഡാണ്, ഒരു ബോർഡ് ഓഫ് അപ്രൂവൽ എന്ന് വിളിക്കും. ആ ബോർഡിൻ്റെ ഹെഡ് ചെയ്യുന്നത് വെച്ചാൽ സെക്രട്ടറിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ, സെൻട്രൽ മിനിസ്ട്രിയുടെ കീഴിലുള്ള സെക്രട്ടറിയാണ് ഈ ഒരു ബോർഡിൻ്റെ അപ്രൂവൽ ടോപ്പ് ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ബോഡി, ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണുകളെ ഇംപ്രൊവൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബാബ കല്യാണി നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. പ്രത്യേകിച്ച് നിലവിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോൺ പോളിസികളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ റെക്കമെൻഡേഷൻസും കൊണ്ടുവരുന്നതിന് 2018 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് തുടർ നടപടികൾ കാര്യമായിട്ടൊന്നും ഉണ്ടായതായിട്ട് അറിവില്ല എന്നുകൂടി ഓർത്ത് വെക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടാവുന്നിരിക്കുന്നു. അപ്പോൾ ആക്ച്വലി ഇത്തരത്തിലൊരു സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഒരു അപകടം ഉണ്ടായത്, കുറേ ജോലിക്കാർ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സേഫ്റ്റി വളരെ പ്രധാനമായിട്ടും ശ്രമിക്കണം. അപ്പോൾ ആക്ച്വലി എല്ലാ സ്ഥാപനത്തിലും, ഫാക്ടറികളിലും ഒക്കെ സേഫ്റ്റി ഓഡിറ്റുകൾ നടത്തുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ്. അതായത് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ, ആ ഒരു സ്ഥാപനത്തിൻ്റെ വീക്ക്നെസ്സുകൾ എങ്ങനെയാണ്, ആ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ആക്ച്വലി അവിടെ പരിശോധിക്കുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്പനികൾ കൃത്യമായിട്ടുള്ള ഈ ഒരു സേഫ്റ്റി റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റുകളൊക്കെ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുവഴി ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും അപകടം പരമാവധി കുറയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഇഞ്ചുറീസും ഫെറ്റാലിറ്റീസും ഒക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേണം. കൃത്യമായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഓഡിറ്റുകൾ നടത്തിയിട്ട് ഈ സേഫ്റ്റി പ്രാക്ടീസുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തണം. ഭാവിയിൽ ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ ഈ ഒരു ആക്സിഡൻറ്റുകൾ ഉണ്ടാവുകയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഫാക്ടറികൾക്കെതിരെ പ്യൂണിറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. പ്രത്യേകിച്ച് നോൺ കോംപ്ലയൻസിനും ഡിറ്ററൻസ് നെഗ്ലിജൻസിനും മെയിനായിട്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അതിനെ ഇംപ്രൊവൈസ് ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും ആ ഒരു ഇൻഡസ്ട്രിയുടെ നേച്ചർ അനുസരിച്ചുകൊണ്ട് ഇൻ കേസ് വല്ല കെമിക്കൽ പ്രോസസ്സ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അത് പബ്ലിക്കിന് തന്നെ ചിലപ്പോൾ ഇഷ്യൂ ആയി മാറാം, എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ. സോ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ വലിയ ദുരന്തങ്ങൾ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ലീക്കേജുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ആക്ച്വലി ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി ഇതിൽ കുറേ സ്ഥലങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് സ്ഥലത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി റഷ്യയും ഉക്രൈനും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് വാർത്തയിൽ പറയുന്നതായിട്ടുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.